സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കേഡറ്റുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രോജക്റ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ആഘോഷങ്ങളുടെ കൂടെ ഒരല്പനേരം ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമയം മെനക്കെടുകയാണെങ്കിൽ ഓണം എന്താണ് നമുക്ക് നൽകുന്ന പാഠം? ഒന്ന്, ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വളരെ നല്ല ഒരു കാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ. എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള പരസ്പര വിശ്വാസവും നന്മയും നിറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ള, നമ്മളുടെ മാവേലി എന്ന് പറയുന്ന ഒരു, മഹാബലി എന്ന് പറയുന്ന ഒരു മഹാൻ നാട് വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളും ഒരുപോലെ സന്തോഷവാന്മാരും, ജാതികളെന്നോ മതങ്ങളെന്നോ വർഗങ്ങളെന്നോ ഭാഷയെന്നോ ഒന്നും ഭേദമില്ലാതെ എല്ലാവരും സുന്ദരമായി ജീവിച്ചു വന്ന, മനോഹരമായി ജീവിച്ചു വന്നിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ള ആ കാലത്തെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ഓർമ്മകൾ. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ഒരു പൂർണ്ണമാകാതെ പോയിരിക്കുന്ന ഒരു ആഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത. എല്ലാവരും ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച്, എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി, പരസ്പര സഹിഷ്ണുതയോടു കൂടി, എല്ലാവരും നന്മ നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, ഒടുങ്ങാത്ത ആഗ്രഹം ഓരോരോ പ്രാവശ്യവും ഓണം വന്നു പോകുമ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരുന്നത് അതുകൂടിയല്ലേ എന്ന് ഞാൻ ഓർത്തു പോകാറുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകുകയും എല്ലാവരും സന്തോഷവാന്മാരാകുകയും എല്ലാവരും ജീവിതത്തിൽ ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അതുണ്ടാകുന്നത് നമ്മളെല്ലാവരും അതിനുവേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുമ്പോഴാണ്. ഇവിടെയുള്ള ഒരു ഏതാനും കുറച്ച് വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ മാത്രമല്ല, നമ്മളെല്ലാവരും അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഇത് സാധ്യമാവുള്ളൂ. എല്ലാവരും ഓരോരോ കാര്യങ്ങളും അതിന് നമ്മളുടെ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഏറ്റവും നന്നായ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ്. ഓരോരുത്തരും അവൻ്റെ കഴിവിൻ്റെ പരമാവധി നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുമ്പോഴാണ്. ഓരോരുത്തരും അവനവൻ്റെ പരമാവധി അവനിലുള്ള ആന്തരികമായിരിക്കുന്ന കഴിവുകളെ പരിപൂർണതയിൽ എത്തിക്കുമ്പോഴാണ് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും നന്മയും നിറകൊള്ളുന്നത്. അല്ലാതെ അത് ഒരു അന്യഗ്രഹത്തിൽ നിന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എത്തിച്ചു തന്നെ, ആരെങ്കിലും നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നതുമല്ല, നമ്മൾ സ്വയം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്. നിങ്ങൾ ഓരോരുത്തരും നന്മ ചെയ്യുമ്പം അത് മൊത്തത്തിലൊരു നന്മയെ മാറും. അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരാൾ നന്മ ചെയ്യും മറ്റൊരാളെല്ലാം തിന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ അസംതൃപ്തിയും സന്തോഷമില്ലായ്മയും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നു. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെയാണ് നമ്മൾ പൗരധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അത് ഓരോരോ മേഖലയിൽ എടുത്തു നോക്കി. നമ്മളെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റാണ്, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളുടെ കൂമ്പാരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നമാണ്. ആരാണ് ഈ മാലിന്യ കൂമ്പാരത്തിൻ്റെ പ്രശ്നം? പ്രഥമ ദൃഷ്ട്യാ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക ഇത് ഈ ഇവിടുത്തെ ഭരണാധികാരികളൊന്നും ശരിയല്ലാത്തത് കൊണ്ടാണ്. ഭരണാധികാരികളുടെ മാത്രം പ്രശ്നമാണോ ഇത്? അല്ലെങ്കിൽ ഭരണാധികാരികൾ മാത്രം ചെയ്യേണ്ടതാണ് ഈ പ്രശ്നങ്ങൾ? നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ഈ അലക്ഷ്യമായും വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യമാലിന്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പെറ്റുപെരുകുന്ന പട്ടിക്കൂട്ടങ്ങൾ, ആ പട്ടിക്കൂട്ടങ്ങൾ കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ ആളുകൾ വെറുതെ ആയിരിക്കുന്ന സ്ത്രീകൾ പോലും കടിച്ചു കയറി കൊല്ലപ്പെടുന്നൊരവസ്ഥ, ഇതൊക്കെ ആര് സൃഷ്ടിക്കുന്നതാണ്? നമ്മൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു രാജ്യമാണ്, നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കേരളത്തോളം മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശം ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇന്ത്യക്കകത്തും പുറത്തും. പക്ഷേ അതിൽ തന്നെ എത്ര നമുക്ക് പുഴകളും നദികളും കായലുകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്കും ഇന്ന് ഒരു സ്കൂൾ വെക്കേഷനിൽ ഒരച്ഛനമ്മക്കും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു കുട്ടിയെയും ഒരു സ്ഥലത്തേക്കും വെക്കേഷനിൽ വിട്ടിട്ട് നീ ഏതെങ്കിലും പുഴയിലോ കായലിലോ നീന്തി കളിച്ചോ എന്ന് പറയാൻ ധൈര്യമില്ല. ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലം അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ കളിച്ച് വളർന്നത് നീന്തി
ആർത്തുല്ലസിച്ചിരുന്ന് വെള്ളത്തിലായിരുന്നു. ഇന്ന് പുഴകളെല്ലാം എന്തായിരിക്കുകയാണ്, മണ്ണെടുത്തിട്ടും മണലെടുത്തിട്ടും വൻ ചതിക്കുഴികളായി മാറിക്കും. ഓരോരോ സമ്മർക്കാലം കഴിയുമ്പോഴും ഒരുപാട് കുട്ടികൾ ഈ ചതിക്കുഴിയിൽ പെട്ടുപോകണമായിട്ട് നമുക്ക് കാണാം. ഈ നദികളിൽ നിന്നും ഞങ്ങളൊക്കെ വെള്ളത്തിന് സഹായിക്കുമ്പോൾ അവിടെ തന്നെയായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. ഇതിൽ നിന്നും നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വെള്ളമെല്ലാം നമ്മൾ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് ചെയ്തിരിക്കുന്ന കാര്യമാണ്? നമ്മൾ തന്നെ നമ്മളുടെ വായുവസ്തുക്കളും മാലിന്യങ്ങളും നിരുത്തരവാദിത്തപരമായി പുഴകളിലേക്കും കായലുകളിലേക്കും മറ്റു വെള്ളക്കെട്ടുകളിലേക്കും വലിച്ചെറിഞ്ഞ് നമ്മളുടെ വെള്ളത്തെ നമ്മൾ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ അതിനോട് നമ്മളുടെ മനുഷ്യൻ്റെ അശ്രദ്ധയോട് കൂടിയിട്ടുള്ള ആർത്തി കൊണ്ട് നമ്മളെ പുഴകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മണലൂറ്റിയും മറ്റും നശിപ്പിച്ചിരിക്കുകയാണ്. ഈ നമ്മൾക്ക് തലമുറകളായി കൈമാറ്റപ്പെട്ടു തന്നിരിക്കുന്ന ഈ പ്രകൃതിയുടെ ഈ വരദാനത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഭംഗിയെ, ഇതിൻ്റെ സാധ്യതകളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മളതിനെ നശിപ്പിച്ച് കളയണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം പലതും ഇത്തരത്തിൽ മോശപ്പെട്ടിരിക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനെ തിരിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയിലേക്ക്, അതിൻ്റെ ആ ഒരു ചതിക്കുഴികളില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത, വിഷാംശങ്ങളില്ലാത്ത വെള്ളക്കെട്ടുകളാക്കിയിട്ടും പുഴകളായിട്ടും കായലുകളായിട്ടും മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വളരെ സന്തോഷമായിട്ട് നമുക്ക് എവിടെയും ചാടി കളിക്കാൻ, നിങ്ങളുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കൊക്കെ കയറി കളിക്കാനും മറ്റും നമുക്ക് നിങ്ങളുടെ സഹപാഠികൾക്കൊക്കെ ഒരു ആപത്തുമില്ലാതെ എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ റോഡുകൾ എന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മ കാണിക്കേണ്ടുന്ന, നമ്മളുടെ സംസ്കാരത്തെ കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. നമ്മളെ സംസ്കാരം എന്ന് പറയുന്നത് അവൻ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ പരമാവധി സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം. അല്ലാതെ അവനവൻ ജീവിക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ ഒട്ടും അനുവദിക്കാതിരിക്കുക എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ കാണിക്കുന്ന. നമ്മൾ ഈ സംസ്കാരം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന സ്ഥലങ്ങളാണ് നമ്മൾ റോഡുകൾ എന്ന് പറഞ്ഞത്. എൻ്റെ വണ്ടി എങ്ങനെയെങ്കിലും പോയാൽ മതി, അത് ഹോണടിച്ചിട്ടോ അല്ലെങ്കിൽ റെക്ലെസ് ആയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയപ്പെട്ടാൽ മതി. ആ റോട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്കും തന്നെ ഈ ഭയരഹിതമായി വണ്ടി ഓടിക്കാൻ, പ്രയാസരഹിതമായി വണ്ടി ഓടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മൾ ഇന്ന് കേരളത്തിലെ റോഡുകളെ പോലെ ഇരിക്കും. ഇവിടെ ഒരു നല്ല മനസ്സിന്, നല്ല നാളെയെക്കുറിച്ചിട്ട് സ്വപ്നം കാണുന്ന ആർക്കും അത്തരത്തിലുള്ള ഒരവസ്ഥ, ആ ചിന്താശക്തി ഉണ്ടാകാൻ പാടില്ല. നല്ല നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളും ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും നിരുത്തരവാദിത്തമായി പെരുമാറുമ്പോൾ മറ്റുള്ളവൻ കൂടി നമ്മളോട് നിരുത്തരവാദിത്തമായി പെരുമാറുമെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് നമ്മളുടെ നിരുത്തരവാദിത്തപരമായ, നമ്മളുടെ മോശമായ പ്രവർത്തികൾ നമുക്ക് തന്നെ എത്രമാത്രം വിനാശം ഉണ്ടാക്കുന്നു എന്നുള്ളൂ. അപ്പം നമ്മളെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ റോഡുകൾ ജനാധിപത്യ രാജ്യത്തിലെ റോഡുകളാണ്. എല്ലാവർക്കും സുരക്ഷിതമായിട്ടും മാന്യമായിട്ടും വണ്ടി ഓടിക്കാനുള്ള അവകാശമുണ്ട്. ഒരാളുടെയും അവകാശത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കലല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സമൂഹം എപ്പോഴാണ് നന്മ നിറഞ്ഞതാകുക? ഒരു സമൂഹം എപ്പോഴാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിച്ചു പോവുക? ഒരു സമൂഹം എപ്പോഴാണ് ഭയരഹിതമായിട്ട് പോവുക? അവിടെ നിലവിലുള്ള എല്ലാവരും കൂടി ചേർന്ന്, അവിടുത്തെ സമൂഹത്തിൻ്റെ എല്ലാവരും കൂടി ചേർന്ന് ഒരു സംഹിത ഉണ്ടാക്കുന്നു, ഒരു ചട്ടക്കൂടുണ്ടാക്കും. അതിനെയാണ് നമ്മൾ നിയമം എന്ന് പറഞ്ഞത്. അതായത് നമ്മളെല്ലാവരും കൂടി കൂടിയിരുന്ന്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇന്ന് പാർലമെൻറ്റിൽ കൂടിയിരുന്ന് നിയമങ്ങളുണ്ടാക്കും. ഈ നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാവരുടെയും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. ഈ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾക്ക് നമ്മളെ സുരക്ഷിതത്വത്തിനും നമ്മളുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇത് അനുസരിക്കുമ്പോഴാണ് ഒരു പരിഷ്കൃത സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളതനുസരിച്ചില്ലെങ്കിൽ മറ്റുള്ളവനനുസരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ ഉത്തരവാദിത്തമുണ്ടോ? നമ്മളനുസരിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല നാളെയുടെ വക്താക്കളാണ്. നന്മയുടെ തീപ്പന്തങ്ങളുമായി നടക്കേണ്ടവരാണ്. ഈ നന്മയുടെ തീപ്പന്തങ്ങൾ നിങ്ങളുടെ ഈ വെളിച്ചം കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. മറ്റുള്ള കുട്ടികളിലേക്കും സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ളവരിലേക്കും നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. അവരത് കൊണ്ടിട്ട് നിങ്ങളെ വീട്ടിനകത്തുള്ള നിങ്ങളെ സഹോദരന്മാർ, എന്തിനും നിങ്ങൾ അച്ഛനമ്മമാർ നിങ്ങളിൽ കാണുന്ന നന്മകൾ കണ്ടിട്ട് ഈ നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ, നല്ല ഉത്തരവാദിത്വ ബോധത്തോടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവർക്ക് കൂടി അത് ചെയ്യാൻ തോന്നുമ്പോഴാണ് നമ്മൾ പ്രകാശം അവരിലേക്ക് പകർന്നു കൊടുത്തു എന്നായിത്തീരുന്നത്.
പ്രകാശം അവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നാട്ടിലുള്ള മറ്റു കുട്ടികളും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് തോന്നിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. ആ ഒരു മാറ്റത്തിൻ്റെ വ്യക്താക്കളാണ് നിങ്ങൾ എന്നുള്ള ഓർമ്മ വേണം. ഓണമെന്ന് പറയുന്ന ദിവസം അല്ലെ ഓണാഘോഷങ്ങൾ നമ്മളുടെ ഈ ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ ഈ മാറ്റത്തിൻ്റെ വ്യക്താക്കൾ, ചേഞ്ച് ലീഡേഴ്സ്, നിങ്ങൾ ഓൾ ഓഫ് യു ആർ എ ചേഞ്ച് ലീഡർ. ഓരോരു ചേഞ്ച് ലീഡറും തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്, അവനെ പുനരോർമ്മിപ്പിക്കാനുള്ള, അവനിലേക്ക് വീണ്ടും ആ ചിന്തകൾ വരാനുള്ള ഒരു അവസരമായിട്ട് വേണം കരുതുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഒരു പ്രപഞ്ച ശക്തിയുടെ മക്കളാണ്. അവരുടെ സംബന്ധിച്ചിടത്തോളം വിവേചനമൊന്നുമുള്ളതല്ല. എല്ലാവരിലും ചലിക്കുന്ന ശക്തി എന്ന് പറഞ്ഞ ഒന്നാണ്, എല്ലാവരിലെയും ചലിപ്പിക്കുന്ന ശക്തി എന്ന് പറഞ്ഞ ഒന്നാണ്. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പറഞ്ഞ വേർതിരിവൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വേർതിരിവുകളാണ്. ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണ്. ഈ പ്രപഞ്ചശക്തിയെ ആവാഹിച്ചതുകൊണ്ട്, പ്രപഞ്ചശക്തി നമ്മളിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് അവർണ്ണനീയവും നമുക്ക് കാണാൻ പറ്റാത്തതാണെങ്കിലും നമ്മൾ എല്ലാവർക്കും തുല്യമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞ് നമ്മൾ കലഹിക്കുന്നു എന്ന് പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടുമാണ്, അഹങ്കാരം കൊണ്ടുമായിരിക്കാം. അത് നമ്മൾക്കുണ്ടാകാൻ പാടില്ല. തുടക്കത്തിലൊക്കെ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കും. കാരണം ചിലരെങ്കിലും അന്ധകാരത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. അവരുടെ മേലെ മൂടിക്കെട്ടിയിരിക്കുന്ന മാറാലകൾ നമ്മൾ അജ്ഞതയുടെ മാറാലകൾ തുടച്ചു നീക്കാൻ അല്പം സമയമെടുക്കും. പക്ഷെ നിങ്ങളുടെ ദൃഢനിശ്ചയവും സന്മനസ്സും കൊണ്ട് നിങ്ങൾ അവരുടെ നന്മയുടെ പാതയിലേക്ക് നമ്മൾ നയിക്കണം. അക്രമത്തിലൂടെയല്ല, നമുക്ക് മഹാത്മാഗാന്ധി കാണിച്ചു തന്നിരിക്കുന്ന അഹിംസയുടെ മാർഗത്തിലൂടെ നമ്മൾ അവരിലേക്ക് എത്താൻ അങ്ങനെയുള്ള ഒരു നന്മയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനും കരുത്തേകാനും നമ്മൾ ഓണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ സമൂഹത്തിൽ നമ്മളെ കുട്ടികളെയും സമൂഹത്തെയും വഴിതെറ്റിക്കുന്നതിനായി നടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധ ശക്തികളും അതുപോലെ തന്നെ ചില ഈ അക്രമ സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ പരമ്പരയെ, അവരുടെ പിൻഗാമികളെ കണ്ടെത്താൻ വേണ്ടി കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ്, കുട്ടികളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അവരുടേക്ക് നമ്മൾ വഴുതി വീഴില്ല എന്നും, എൻ്റെ സഹപാഠിയോ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ എൻ്റെ വീട്ടിലിരിക്കുന്ന കുട്ടികളോ മറ്റു കുട്ടികളൊന്നും തന്നെ വീഴില്ല എന്നും ദൃഢനിശ്ചയെടുക്കുകയും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തിൻ്റെ സൗമ്യമായ ഭാഷയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന വ്യക്തികളാക്കി മാറ്റാനും കൂടെയുള്ള ഒരു ശ്രമം നമുക്ക് വേണം. ഇത് ഞാനിന്ന് പറഞ്ഞതിൻ്റെ എല്ലാം ഈ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനഃസമർപ്പണത്തിൻ്റെതാണ്. നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിരിക്കുന്ന നമ്മുടെ ശ്രമത്തിൻ്റെയും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പണം നടത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കണം ഈ ഓണാഘോഷം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ പ്രവർത്തി കൊണ്ട് ഒരു മാറ്റത്തിൻ്റെ വ്യക്താക്കളും മാറ്റത്തിൻ്റെ ലീഡേഴ്സുമായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി അതിൻ്റെ പരമോന്നതമായിരിക്കുന്ന വിജയത്തിലേക്ക് എത്തുന്നത്. അത് ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിവുണ്ട്. അതിനായി നിങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ചെയ്യുന്നു.